ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങിയ 2 പേർ മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. ഡയാലിസിസിനിടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് ആരോപണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. കഴിഞ്ഞ 29-ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തു മടങ്ങിയ 26 പേരിൽ 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഗുരുതര പ്രശ്നമുള്ള 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇതിനിടെയാണ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ, കായംകുളം സ്വദേശി മജീദ് എന്നിവരുടെ മരണം. ഡയാലിസിസ് സെന്ററിലെ അണുബാധയാണ് മരണകാരണമെന്ന മരിച്ച രാമചന്ദ്രന്റെ ഭാര്യ അംബിക. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ പറഞ്ഞില്ല. വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ വീട്ടിൽ ഒരാളല്ലല്ലോ ചെയ്യുന്നത്. അവിടെ അത്രയും പേര് ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല. അത്രയും പേര് ചെയ്ത 7 പേര് ചെയ്തതിൽ 5 പേർക്കും വിറയിലും വയറിളക്കവും ഛർദ്ദിച്ച് ഭർത്താവ് ബ്ലഡ് വരെ ഛർദ്ദിച്ചായിരുന്നു. സംഭവം ആരോഗ്യമന്ത്രിയെ അറിയിക്കാൻ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്ന ബന്ധുക്കൾ പറയുന്നു. ഈ ആരോഗ്യമന്ത്രിയോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും നിങ്ങളൊന്ന് പോയി നോക്കണം. നോക്കിയിട്ട് അവിടെ ഉള്ള രോഗികളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എങ്ങനെയാ സംസാരിക്കുന്നുണ്ടോ, അല്ലെ എങ്ങനെയാ ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടങ്ങൾ ഒന്ന് പോയി ചോദിക്കണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും. രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DMOയ്ക്ക് നൽകിയ നിർദ്ദേശം. ഡയാലിസിസ് സെന്ററിലെ പ്രശ്നങ്ങളെല്ലാം മരണകാരണമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. യന്ത്രങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും അണുബാധ കണ്ടെത്താനായില്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.